ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. അഥ ദ്വിതീയോധ്യായഃ. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷണി പ്രതിപൂജ്യവചസ്തേഷാം പ്രവക്തുമുപചക്രമേ. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകമധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മുനയഃ സാധു പൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃതഃ കൃഷ്ണസംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. സ വൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിരഥോക്ഷജേ അഹൈതുക്യപ്രതിഹതായയാത്മാ സംപ്രസീദതി. വാസുദേവേ ഭഗവതി ഭക്തിയോഗഃ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യദഹൈതുകം. ധർമ്മസ്വനുഷ്ഠിതഃ പുംസാം വിശ്വക്സേന കഥാസു യഃ നോത്പാദയേദ്യതിരതിം ശ്രമ ഏവ ഹി കേവലം. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ. കാമസ്യ നേന്ദ്രിയപ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസാ നാർത്ഥോ യശ്ചേഹ കർമ്മഭിഃ. വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യതേ. തച്ഛ്രദ്ദധാനാ മുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്ത്യാത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗ്രഹീതയാ. അതഃ പുംഭിർദ്വിജശ്രേഷ്ഠാ വർണ്ണാശ്രമവിഭാഗശഃ സ്വനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിദ്ധിർഹരിതോഷണം. തസ്മാദേകേന മനസാ ഭഗവാൻ സാത്വതാം പതി ശ്രോതവ്യഃ കീർത്തിതവ്യശ്ച ധ്യേയഃ പൂജ്യശ്ച നിത്യദാ. യദനുധ്യാസിനാ യുക്തഃ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാസ്തസ്യ കോ ന കുര്യാത് കഥാരതിം. ശുശ്രൂഷോ ശ്രദ്ദധാനസ്യ വാസുദേവ കഥാരുചിഃ സ്യാൻ മഹൽസേവയാ വിപ്രാഃ പുണ്യതീർത്ഥനിഷേവണാത്. ശൃണ്വതാം സ്വകഥാം കൃഷ്ണഃ പുണ്യശ്രവണകീർത്തനഃ ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. നഷ്ടപ്രായേഷ്വഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. തദാ രജസ്തമോ ഭാവഃ കാമലോഭാദയശ്ച യേ ചേത ഏതൈരനാവിദ്ധം സ്ഥിതം സത്വേ പ്രസീദതി. ഏവം പ്രസന്നമനസോ ഭഗവദ്ഭക്തിയോഗതഃ ഭഗവത്തത്വവിജ്ഞാനം മുക്തസംഗസ്യ ജായതേ. ഭിദ്യതേ ഹൃദയഗ്രന്ഥിശ്ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനീം. സത്വം രജസ്തമൈതി പ്രകൃതേർഗുണാസ്തൈര്യുക്തഃ പരഃ പൂരുഷ ഏകൈഹാസ്യ തത്തേ. സ്ഥിത്യാദയേ ഹരിവിരിഞ്ചി ഹരേതി സജ്ഞാ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. പാർത്ഥിവാ ദാരുണോ ധൂമസ്തസ്മാദഗ്നിസ്ത്രയീമയഃ തമസസ്തു രജസ്തസ്മാത് സത്വം യദ്ബ്രഹ്മദർശനം. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേ യേനു താനിഹ. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണകലാ ശാന്താ ഭജന്തി ഹ്യനസൂയവഃ. രജസ്തമഃ പ്രകൃതയഃ സമശീലാ ഭജന്തി വൈ പിതൃഭൂതപ്രജേശാദീൻ ശ്രിയൈശ്വര്യപ്രജേപ്സവഃ.
വാസുദേവ പരാവേദ വാസുദേവ പരാമഖ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി സ ഏവേദം സസർജാഗ്രേ ഭഗവാനാത്മമായയാ സദസദ്രൂപയാ ചാസൗ ഗുണമയ്യാ ഗുണോ വിഭോ തയാ വിലസിതേഷ്വേഷു ഗുണേഷു ഗുണവാനിവ അന്തഃപ്രവിഷ്ടാഭാതി വിജ്ഞാനേന വിജൃംഭിത യഥാ ഹ്യവഹിതോ വഹ്നിർദാരുഷ്വേകസ്വയോനിഷു നാനേവ ഭാതി വിശ്വാത്മാ ഭൂതേഷു ച തഥാ പുമാൻ അസൗ ഗുണമയൈർഭാവൈർഭൂതസൂക്ഷ്മേന്ദ്രിയാത്മഭിः സ്വനിർമ്മിതേഷു നിർവിഷ്ടോ ഭുങ്ക്തി ഭൂതേഷു തദ്ഗുണാൻ ഭാവയത്യേഷ സത്വേന ലോകാൻ വൈ ലോകഭാവന ലീലാവതാരാനുരതോ ദേവതിര്യങ് നരാദിഷു ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥ തൃതീയോऽധ്യായഃ. സൂത ഉവാച ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിः സംഭൂതം ഷോഡശകലമാദൗ ലോകസ്യ സൃക്ഷയാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഭഗവാൻ അനുഗ്രഹിച്ചാൽ മൂന്നാമത്തെ അധ്യായം മുതൽക്ക് അതിൻ്റെ കഥാസാരം മുതൽക്ക് ഓരോരോ ശ്ലോകങ്ങളായിട്ട് അർത്ഥവിചാരം ചെയ്യാമെന്ന് കരുതുന്നു. ഭഗവാനൊക്കെ വേണ്ട വിധത്തിൽ നടത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമ്പൂർണ്ണ പാരായണം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാണ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോ